അമൃത ടിവിയുടെ സ്വന്തം സൗഭാഗ്യ വെങ്കടേഷ്. ഇടട്ടെ? കരിവേപ്പില ഇടാം. എനിക്ക് ഇഷ്ടം കരിവേപ്പില. ഇനി വേണോ? എനിക്ക് എന്റെ മോള് ഓർമ്മ വരുന്നു കേട്ടോ. ഞാൻ കാര്യം ചെയ്ത് ഞാൻ ഇടട്ടെ മമ്മ, ഞാൻ ഇടട്ടെ. അമ്മൂമ്മയാണോ അമ്മയാണോ നല്ല ഒരു പാചകക്കാരി? ഞാൻ. വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ. ഈസ്റ്റേൺ രുചിയോണത്തിൽ സ്വാദിഷ്ടമായ മറ്റൊരു വിഭവമായി ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. കാരണം ആളെ ഞാൻ ഒരു ഓൾ റൗണ്ടർ എന്ന് തന്നെ വിശേഷിപ്പിക്കും. കാരണം എന്താന്ന് വെച്ചാൽ ആളൊരു ഡാൻസർ ആണ്, ആക്ടർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്, വ്ളോഗർ ആണ്. അങ്ങനെ കുറേ ടാഗ് ലൈൻസ് ഉണ്ട്. നമുക്ക് എവർക്കും പ്രിയപ്പെട്ട അമൃത ടിവിയുടെ സ്വന്തം സൗഭാഗ്യ വെങ്കടേഷ്. നമസ്കാരം. താങ്ക് യു സോ മച്ച് കേട്ടോ. അമൃത ടിവിയുടെ സ്വന്തം എന്ന് പറഞ്ഞു. കാരണം അമൃത ടിവിയുടെ സ്വന്തമാണ് സൗഭാഗ്യ. അപ്പൊ വെൽക്കം ടു ഈസ്റ്റേൺ രുചിയോണം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് ടാഗ് ലൈൻസ് ഒക്കെ കൊടുത്തല്ലോ. ഓൾ റൗണ്ടർ ആണ്. ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കിട്ടുന്നു? ഓൾ റൗണ്ടർ എന്ന് പറയണോ? പറയണം. ഞാൻ അത്ര അടിപൊളിയല്ല കുക്കിങ്ങില്. അതെന്താണ്? ഒരു ജനറേഷന്റെ കൈപുണ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു സൗഭാഗ്യയില്. അത് യൂഷ്വലി ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന വീടും ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. അപ്പൊ അവരെന്നെ കുറെ കൂടി ഒരു കൊച്ചുകുട്ടിയായിട്ട് കൺസിഡർ ചെയ്ത് കൊണ്ടായിരിക്കണം എന്നെ അങ്ങനെ അധികം കുക്കിങ്ങിൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അവരെല്ലാരും ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നു, ഞാൻ കഴിക്കുന്നു, അങ്ങനത്തെ. ഓക്കെ. ഇന്ന് പക്ഷെ സദ്യയില് ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് സൗഭാഗ്യ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് പ്രഷറോട് പറഞ്ഞോളൂ. അത് ആക്ച്വലി ഈസ്റ്റേൺ കൂടെ ആവുമ്പം എനിക്ക് എന്റെ എഫേർട്ട് വളരെ കുറച്ചിട്ടാ മതി. ഈസ്റ്റേൺ രുചിയോണത്തില് ഈസ്റ്റേണിന്റെ സ്പെഷ്യൽ ഒരു ടേസ്റ്റും കൂടെ ആഡ് ആവുന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇന്ന് ഒരു മാംഗോ പിക്കിൾ ആണ്. മാംഗോ പിക്കിൾ ആണ്. ഓക്കെ. അപ്പൊ ഈസ്റ്റേണിന്റെ തന്നെ പിക്കിൾ പൗഡർ ഉണ്ട്. പകുതി പണി അവിടെ തീർന്നു നമുക്ക്. സത്യം, പകുതിയിൽ കൂടുതൽ അവിടെ കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രഷർ. എന്നെ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താണ്? എനിക്ക് സാമ്പാറാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം പിക്കിൾ ആണ്. പിക്കിൾ ആണോ? അതുകൊണ്ടാണ് എനിക്ക് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പിക്കിൾ എനിക്ക് ഇഷ്ടമാണ്. പിക്കിൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. സദ്യ ഞാൻ വിചാരിക്കുന്ന എല്ലാം മിക്സ് ചെയ്ത ഒരു പിടി ഉണ്ടാക്കിയിട്ട് അതിൽ ആ മാങ്ങാച്ചാറും കൂടെ വരുമ്പോഴാണ് ആ ടേസ്റ്റ്. ഇപ്പൊ തന്നെ നമുക്ക് അതെ പലതരം അച്ചാറുകളില്ലേ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കുറെ അച്ചാറുകൾ. അതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ? മാങ്ങ. എനിക്ക് മാങ്ങാച്ചാറാണ് ഏറ്റവും ഇഷ്ടം. മാങ്ങ ആട്ടോ എന്റെ ഫേവറേറ്റ്. അത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു പുളി, ശകലം എരിവ് എല്ലാം കൂടെ ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും മാംഗോ പിക്കിൾ. പലതരം അച്ചാറുകൾ സദ്യക്ക് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടെ ഉണ്ടാക്കുന്നത് മാംഗോ അല്ലെ, മാംഗോ പിക്കിൾ അച്ചാറാണ്, മാങ്ങ അച്ചാറാണ് നമ്മൾ ഈസ്റ്റേൺ രുചി ഓണത്തിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് പ്രേക്ഷകർക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ഓക്കെ. അപ്പൊ സൗഭാഗ്യ ചേച്ചി എന്നെ പരിചയപ്പെടുത്തു. എനിക്കായി ഒരു ഇങ്ങോട്ട് വരാൻ. ഓക്കെ. ഇവിടെ നിന്നോ. പ്രൊഫഷണൽ കുക്ക് പോലെ എനിക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം. വീട്ടിലത്തെ ഒരാള് രീതി മതി. പ്രസന്റേഷൻ അടിപൊളിയൊക്കെ നോക്കാം. എന്തായാലും ആദ്യം തന്നെ വേണ്ടത് മാങ്ങ. പിന്നെ നമുക്ക് കാശ്മീരി ചില്ലി, കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ഈസ്റ്റേണിന്റെ പിക്കിൾ പൗഡർ. ബാക്കി എല്ലാം ഈസ്റ്റേൺ ആണ്. കാരണം എനിക്ക് കാശ്മീരി ചില്ലി എല്ലാം ഈസ്റ്റേൺ ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ വലിയ എരിവ് ഉണ്ടാവില്ല, നല്ല കളറും കിട്ടും അല്ലേ? ഈസ്റ്റേണിന്റെ പിക്കിൾ പൗഡർ ആഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കായപ്പൊടി നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. എനിക്കും ഇഷ്ടമാണ്. സോ ഇതൊക്കെയാണ്. വിനാഗിരി അതിന് ടുവേർഡ്സ് എൻഡ്. പിന്നെ നല്ലെണ്ണയിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഓക്കെ. എൻഡില് വിനീഗറും കൂടെ വെച്ച് അങ്ങനെയാണ് നമ്മുടെ അച്ചാർ അല്ലെ? ഐശ്വര്യമായിട്ട്. ഇനി ഇങ്ങോട്ടേക്ക് നിന്നോളൂ. നമ്മളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാണ്. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങണം. അപ്പൊ ആദ്യം എന്താ ഞാൻ എടുത്തത്? ആദ്യം അത് മിക്സ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് മാങ്ങ മിക്സ് ചെയ്യാം അല്ലെ? ഓക്കെ. ഇവിടെ ബൗളുണ്ട്, ഞാൻ സഹായിക്കാം. ഇങ്ങനെ സഹായിക്കാൻ ഒരാളുള്ളത് അടിപൊളിയല്ലേ? ഓക്കെ. നമുക്ക് ഇവിടെ വെക്കാൻ തൽക്കാലം. ആളുകൾ വിചാരിക്കും സിമ്പിൾ കാര്യം ഉണ്ടാക്കാൻ ഇത്രയും ഹെൽപ്പിന്റെ ആവശ്യമുണ്ട്. ഞാൻ സഹായിയാണ്. ഓക്കെ. ഇനി ഇതിലേക്ക് ഇടണോ? ഓക്കെ. അത് കൊള്ളാലോ. അത് നല്ല സഹായം. കുറച്ച് കഴിയുമ്പോ ഞാൻ അങ്ങ് മാറിവിട്ടു. എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയത്തില്ല. ഓക്കെ. ഈ ബൗളിലേക്ക് ഇട്ടു. അങ്ങോട്ട് വെക്കാം. ഓക്കെ. ഇത് മാറ്റി വെക്കാം. ഇനി എന്താ വേണ്ടത്? നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ്. ഓക്കെ. ഉപ്പാണ് കിങ്. അതെ, എല്ലാ കറികളിലും ഉപ്പാണ്. ഓക്കെ. ആദ്യം കുറച്ച് ഉപ്പ്.
നമ്മൾ ആവശ്യത്തിന് ഉപ്പെന്നാണല്ലോ. അതെ, ആവശ്യത്തിന് ഉപ്പിട്ടു, നല്ലോണം മിക്സ് ആക്കുക. Yeah. ഇപ്പൊ തന്നെ കേൾക്കുമ്പോ നല്ല രുചിയായിരിക്കും. കുറച്ച് മുളക് പൊടി. അത് അച്ചാറിന് മാത്രമാണ് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴേ ഒരു കൊതി വരുന്നത്. അതെ, സത്യം. ഓക്കെ, ഇനി നമുക്ക് ഈസ്റ്റേണിന്റെ കാശ്മീരി ചില്ലി. ഓക്കെ, ഈസ്റ്റേണിന്റെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഇനി യൂസ് ചെയ്യുന്നത്. ഇതിന് നല്ല കളർ കിട്ടും. ഇതുപോലെ ഒരു കളർ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്താൽ കിട്ടില്ല. സത്യം, എരിവും ഭയങ്കര ബാലൻസ്ഡ് ആയിരിക്കും, നല്ലൊരു റെഡ് കളറും കിട്ടും. ഓക്കെ, നമ്മൾ മുളക് പൊടി ഇട്ടു, അത് മിക്സ് ആക്കുകയാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ. ഓക്കെ, മഞ്ഞപ്പൊടി. ആരുടെ കൈപുണ്യം കിട്ടിയേക്കുന്നത്? മുത്തശ്ശിയുടെ ആണോ അമ്മയുടെ ആണോ? പറ, എത്രയോ ജനറേഷന്റെ കൈപുണ്യമുള്ള കൈയല്ലേ ഇത്? ദൈവമേ, അതൊന്നും എനിക്കറിയാം. ഞാൻ തന്നെ എന്നെ പറ്റി എങ്ങനെ പറയുന്നു. അത് ഏറ്റവും ചേച്ചി ഉണ്ടാക്കിയ ഡിഷിൽ ഏറ്റവും അപ്രീസിയേഷൻ കിട്ടിയേക്കുന്ന ഒരു ഡിഷ് ഏതായിരിക്കും? ചിരിക്കോ? ഇല്ല. പൊട്ടറ്റോ ഫ്രൈ. ഓക്കെ, കൊച്ചു ബേബിക്ക് ഏതാ ഇഷ്ടം? പൊട്ടറ്റോ ഫ്രൈ. പൊട്ടറ്റോ ഫ്രൈ. ഓക്കെ, നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഈസ്റ്റേണിന്റെ തന്നെ മഞ്ഞപ്പൊടി കുറച്ചിട്ടു, നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. മണം കിട്ടുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഫ്ലേവർ അടിക്കുന്നുണ്ട്, സ്മെല്ലാ. ഓക്കെ, ഇത് അവിടെ നമുക്ക് മിക്സ് ചെയ്ത് അവിടെ വെക്കാം. ഓക്കെ, അപ്പൊ അത് അവിടെ സെറ്റ് മിക്സ് ചെയ്ത് നമ്മളിവിടെ മാറ്റി വെക്കാണ്. അമ്മമാരൊക്കെ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ചു നേരം മാറ്റി വെക്കണം എന്നല്ലേ? അമ്മമാർക്ക് ഒട്ടും ഇല്ലാത്ത എന്താണ് ക്ഷമ എന്ന് പറയുന്നത്. അല്ലേ, അവരെ പെട്ടെന്ന് എന്തോരം ഡിഷസ് ഉണ്ടാക്കണം. നമ്മളെ പോലെ ഡിഷ് അല്ലല്ലോ, കൊറേ കൂട്ടങ്ങൾ വെക്കുമ്പോഴത്തേക്കും അമ്മമാര് വിചാരിക്കും ഓണാക്കട്ടെ, ഓണാക്കിക്കോ. ഇവർ ഈ ഒരു അച്ചാറിന് വേണ്ടിയാണ് ഇത്രയും ടൈം എടുക്കണേ. നമുക്കിനി ഈ പാനിലേക്ക് ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. ഓക്കെ, നല്ലെണ്ണയിലാട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്, അച്ചാർ ഉണ്ടാക്കുന്നത്. എനിക്കൊന്ന് നല്ലെണ്ണയാന്ന് തോന്നുന്നല്ലേ അച്ചാറിൽ ഏറ്റവും ഭയങ്കര ടേസ്റ്റി നിൽക്കുന്നത്. അച്ചാർ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അർജുൻ ചേട്ടനും കൊച്ചു ബേബിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, അമ്മയ്ക്കോ? അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് മാംഗോ. ഓക്കെ, നെല്ലിക്കയൊക്കെ ഇഷ്ടമാണ്. മുത്തശ്ശിക്ക് ഏതായിരുന്നു ഏറ്റവും ഫേവറേറ്റ് ഈ സദ്യയില്? മാങ്ങ. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഒരു ഫേമസ് സീൻ ഉണ്ടല്ലോ പാണ്ടിപ്പടയില്, ദിലീപേണ്ണ കൊണ്ട് അച്ചാർ. ഓ, അതൊരു വല്ലാത്തൊരു സീൻ. ചൂടായിട്ടുണ്ട് കുറച്ച്. ഓക്കെ, നല്ലെണ്ണ നമ്മള് പാന് ചൂടായപ്പോ നല്ലെണ്ണ. എനിക്ക് അതിന്റെ കണക്ക് അങ്ങനെ പറയാൻ അറിഞ്ഞൂടാ, എന്നാലും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടൂല എത്ര വേണം അല്ലേ? അതൊന്ന് ഇതിന്റെ അകത്ത് എല്ലായിടത്തും പിടിക്കാന്നുള്ള രീതിയിൽ നല്ലെണ്ണ. ഓക്കെ, നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിന്റെ അകത്തോട്ട് കടുകിടാം. ഓക്കെ, അർജുൻ ചേട്ടൻ വീട്ടിൽ എന്താ സഹായിക്കോ കുക്കിങ്ങിനൊക്കെ? അർജുൻ ചേട്ടനാണ് കുക്കിംഗ്, ഞാനാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഞങ്ങളുടെ വീട്ടില് അർജുൻ ചേട്ടനാണ്. എല്ലാം ഉണ്ടാക്കും. എന്ത് ചോദിച്ചാലും ഉണ്ടാക്കാൻ. ഓണത്തിന് അർജുൻ ചേട്ടനാണോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? അപ്പൊ ചേട്ടനാണ് കുറെ കൂടെ അടിപൊളിയായിട്ട്. ഞാനാണ് ഇപ്പം കെന്നയുടെ റോൾ. അതെടുക്കട്ടെ ചേട്ടൻ? ഞാനും ഉണ്ടാക്കും കേട്ടോ, ചെറുതായിട്ടൊക്കെ ഞാനും ഉണ്ടാക്കും. എനിക്ക് യൂട്യൂബിന്റെ ഒക്കെ സഹായം വേണം. എനിക്കും വേണം കേട്ടോ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി. അതെ, ഇനിയിപ്പോ യൂട്യൂബില് നമ്മുടെ ഈ വീഡിയോ ഇറങ്ങുമ്പോ ഇത് നോക്കി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അയ്യോ, അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മളെ കടുക് ചൂടായി കാണും. എന്റെ അമ്മ ഞാൻ ലേസി ആയിട്ടിരിക്കുമ്പോ പറയുന്നത് എങ്ങനെയാണ്, കടുകിട്ടതുപോലെ നിക്കണ എനർജറ്റിക് ആയിട്ടല്ല. എനിക്ക് തോന്നുന്നു അമ്മ ഭയങ്കര എപ്പോഴല്ലേ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ജിൽ ജിൽന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ലേ? ഈ വാക്കൊക്കെ എല്ലാരും പറഞ്ഞാൽ കേട്ടിട്ടില്ല കേട്ടോ, ജിൽ 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 അല്ലേ? ഈ ഓണത്തിനൊക്കെ എന്താ നിങ്ങൾ ഇങ്ങനെ കൊറേ വിഭവങ്ങൾ ഉണ്ടാക്കും ഓണസ്? ആക്ച്വലി അർജുൻ ചേട്ടന്റെ അമ്മ ചേട്ടത്തി അമ്മ ഒക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രഡീഷണൽ രീതിയിൽ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. അവരൊക്കെ നമ്മളെ വിട്ട് പോയതിനു ശേഷം നമുക്കും ഒരു ഇൻസ്റ്റന്റ് ഓണം എന്നുള്ള രീതിയിലായി. ഓക്കെ, അങ്ങനെ കഴിവട്ടെ. ഇനി അടുത്ത എന്താ? നമുക്ക് ഇഞ്ചി. ഓക്കെ, കുറച്ച് ഇഞ്ചി. എനിക്ക് വെളുത്തുള്ളി മസ്റ്റാണ്. ഓക്കെ, വെളുത്തുള്ളി. എനിക്കും അതെ, വെളുത്തുള്ളിക്ക് ഒരു ഭയങ്കര ഒരു അടിപൊളി ഫ്ലേവർ അല്ലേ? ഫ്ലേവർ മാത്രമല്ല ആ ഒരു ഫ്രേഗ്രൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ അതേപോലെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ശരിയാ, ചിലവർക്ക് ഇതിന്റെ ഒരു ചിലവർക്ക് ഇങ്ങനെ കട്ട് ചെയ്തിടണം ഇഷ്ടമല്ല, ഇങ്ങനെ ചതച്ചിട്ട് ആ ഒരു രീതി കിട്ടണത് ഇഷ്ടമാണ്. എങ്ങനെ പോകുന്നു ഡാൻസും എല്ലാം? വീട്ടിലത്തെ കാര്യങ്ങൾ വീട്ടിൽ എന്തോ ഒരു ജീവജാലങ്ങളാണ്. ഒരു ദിവസം മാറി ഇന്ന് കുതിര, ജല്ലിക്കെട്ട് പോത്തോ?
ജല്ലിക്കെട്ട് കാള, അയ്യോ ജല്ലിക്കെട്ട് കാള, പട്ടിക്കുട്ടികൾ തന്നെ കൊറേ ഉണ്ട്. എങ്ങനെ ഇതെല്ലാം മാനേജ്? ഡാൻസ് ക്ലാസ് ഉണ്ട്, ഡാൻസ് കളിക്കുന്നു, സ്റ്റേജ് ഷോസ്. ജീവികളെയും അർജുൻ ചേട്ടനാണ് ഫുൾ ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവരെല്ലാം ഓൺ കമാൻഡ് അനുസരിക്കുന്നതായതുകൊണ്ട് സത്യം പറഞ്ഞ എല്ലാരും അസ്യൂം ചെയ്യുന്ന രീതിയിൽ ഒരു പാടേ ഇല്ല. ഓക്കെ. കുതിരക്കുട്ടിയായിട്ട്, കുതിരക്കുട്ടിയല്ലോ പേരെന്താ? ഇച്ചിരി വലുതാണ്, ഭാഷ. ഓക്കെ, സെറ്റ് ആയോ? എപ്പോഴും പറയുന്നുണ്ട് ഞാൻ സെറ്റ് ആയിട്ടില്ല. കുറച്ച് ചേട്ടൻ ഫിയർ ഇല്ലാതെ അടുത്തോട്ട് പോയി അവന്റെ കാര്യങ്ങൾ ചെയ്യണത് അർജുൻ ചേട്ടനാണ്. അപ്പം അവന് ആ ഒരു അപ്രോച്ചാണ് എപ്പോഴും ഇങ്ങനത്തെ ജീവികൾക്ക് കുറച്ച് ഇഷ്ടം. അപ്പൊ ഞാൻ ആ പേടിയൊക്കെ മറച്ച് വരുന്നതേ ഉള്ളൂ. ഇഷ്ടമാണ് എന്നെ, പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കണൊക്കെ കുറച്ച് ആയി വരും. ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഡാൻസ് ക്ലാസ്സും അടിപൊളിയായിട്ട് പോകുന്നു. ഞങ്ങളൊരു പുതിയ ഒരു ബിഗർ സ്റ്റുഡിയോയിലോട്ട് ഇപ്പൊ ഷിഫ്റ്റ് ആവാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ എക്സൈറ്റ്മെന്റ്. ഓണം, ഇത്തവണത്തെ ഓണം എനിക്ക് സ്പെഷ്യൽ ആവാൻ പോണത് അങ്ങനെയാണ്. ഓക്കെ, പുതിയ ഡാൻസ് സ്റ്റുഡിയോ ഒക്കെ അല്ലേ? വലിയ സ്റ്റുഡിയോ. ഇപ്പൊ ഞാൻ കുക്കായി മാറി. ഞാൻ എനിക്ക് ആ കരുവേപ്പില. ഓക്കെ, പിന്നെന്താ ഇടട്ടെ? എനിക്ക് ഇഷ്ടം കരുവേപ്പില. ഇനി വേണോ? എനിക്ക് എന്റെ മോള് ഓർമ്മ വരുന്നു കേട്ടോ. ഞാൻ കാര്യം ഞാൻ ഇടട്ടെ മമ്മ, ഞാൻ ഇടട്ടെ. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാനിടാം. ഈ ഓണത്തിന് ഷോസ് ഉണ്ടോ? ലൈക്ക് നിങ്ങൾക്ക് എപ്പോഴും തിരക്കായിരിക്കുമല്ലോ, ഡാൻസും ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് ഓണം ഇങ്ങനത്തെ ഷോസ് ഒക്കെ ആയിട്ട്, പക്ഷെ നമുക്ക് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ എപ്പോഴും നവരാത്രി ആ ഒരു ടൈമിലാണ്. ഓക്കെ, ബിസി ആവുന്നത് ഇങ്ങനെ അല്ല. അമൃത ടിവിയുടെ ഓണപ്പരിപാടി. അമൃത ടിവി വിളിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാണോ? അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് രാജാവ് പിക്കിൾ പൗഡർ. യെസ്, ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് 90% ജോബ് ചെയ്യുന്ന ആള് ഇദ്ദേഹമാണ്. 10%. ഇതിലാണ് എല്ലാ രുചി ഇരിക്കുന്നത്. ഈസ്റ്ററിന് ഞങ്ങൾ എല്ലാം സമർപ്പിക്കുന്നു. ഇത് ആഡ് ചെയ്യാൻ എനിക്ക് അതിന്റെ കണക്ക് അങ്ങനെ പറയുന്നില്ല, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. നമ്മുടെ മാങ്ങയുടെ അല്ലേ, മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് പിക്കിൾ പൗഡറിന്റെ ക്വാണ്ടിറ്റി നിങ്ങളൊന്ന് ഗസ് ചെയ്തെടുക്കേണ്ടതാട്ടോ. അപ്പം നല്ലെണ്ണയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ആഡ് ചെയ്തു. ഇനി അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മണം അപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞു തന്നേക്കണ ഒരു അടിപൊളി റെസിപ്പി ഏതായിരിക്കും? അമ്മൂമ്മ ഈ സ്വീറ്റ്സ് നല്ലോണം ഉണ്ടാക്കാം, ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ്. ഇപ്പൊ അമ്മ കോക്കനട്ട് ബർഫി, അതേപോലെ പാൽ ഗോവ, ഇതൊക്കെയാണ് ഞാൻ അമ്മൂമ്മ അടുത്ത് നിന്ന് സ്വീറ്റ്സ് നല്ലോണം. ഓക്കെ, അമ്മൂമ്മയാണോ അമ്മയാണോ നല്ല ഒരു പാചകക്കാരി? അയ്യോ, അങ്ങനെ ചോദിച്ചാ ഞാൻ അങ്ങനെ നല്ലില്ല അമ്മ. ഓക്കെ, അമ്മ ഏതിലാ സ്പെഷ്യല്? ഒരു അമ്മൂമ്മ സ്വീറ്റ്സിലാണ് എന്തുണ്ടാക്കിയാലും ഇഷ്ടമാണ്. എന്റെ അമ്മ എന്ത് വെച്ചാലും എനിക്ക് ഭയങ്കര ടേസ്റ്റിയാണ്. അതെ, അത് ശരിയാട്ടോ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാര് വെക്കുന്നത് വയ്യാതെ വന്നാലും നമ്മൾ പെട്ടെന്ന് മിസ് ചെയ്യണത് അമ്മ ഉണ്ടാക്കിയ ഒരു രസവും ചോറും ഒക്കെ കിട്ടിയിരുന്നില്ല. വയ്യാണ്ട് വരുമ്പോ അമ്മ ഉണ്ടാക്കിയ കഞ്ഞിയെങ്കിലും കിട്ടിയെങ്കിൽ അല്ലേ, അത് തന്നെ നല്ല രുചിയാണ്. ഓക്കെ, ഇതിലൊക്കെ ശകലം കായം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാരും ചെയ്യാറുണ്ടെന്നല്ല ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഒരു. അപ്പൊ നമ്മള് ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ഇട്ടതിന് ശേഷം ഇപ്പൊ കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യാട്ടോ. കായത്തിന്റെ ടേസ്റ്റ് സാമ്പാറിലും പിക്കിളിലൊക്കെ ഇടുമ്പോ ഒരു പ്രത്യേക അല്ലേ, ഭയങ്കര ഒരു നല്ലൊരു രുചിയുണ്ട്. നമുക്ക് ശകലം നേരത്തേക്ക് മണം വരുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെ. എത്ര നേരം ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഓക്കെ, എന്നാ മറ്റേ മസാല കരിഞ്ഞു പോകാനും പാടില്ല, പൊടികൾ കരിഞ്ഞു പോകാനും പാടില്ല. ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇപ്പം അമൃത ടിവിയിൽ ഇവിടെ ഈസ്റ്റേൺ രുചിയോണത്തിൽ വന്നേക്കല്ലേ, അപ്പൊ മനസ്സ് മൊത്തം അവിടെയാണോ? വീട്ടിലാണോ എന്റെ ജീവജാലങ്ങളൊക്കെ എന്തെടുക്കുന്നു അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഇപ്പൊ? സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അതാണ് അമൃത ഇഷ്ടമുള്ള ഒരു കാര്യം. അമൃതയിൽ വന്നു കഴിയുമ്പോ അങ്ങനെ ഞാൻ സ്ട്രെസ്ഡ് അല്ല, ഞാൻ ഭയങ്കര ഹാപ്പി അറ്റ് ഹോം. ഒരു സന്തോഷമാണ്. ബാക്ക് ടു ഹോം അല്ലേ, ആ ഒരു ഫീൽ ആണ്. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുന്നത് അതിനൊരു സന്തോഷം. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൈയെടുത്ത് മിക്സ് ചെയ്ത് നമ്മളെല്ലാം മുളക് പൊടി, മഞ്ഞപ്പൊടിയും ഞാനിടാം. ഓക്കെ, ഇങ്ങനെ ഇടട്ടെ? ഓക്കെ, ഇനി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല നല്ല മണം വരുന്നുണ്ടല്ലേ. ഓക്കെ, എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ശകലം ഇങ്ങനെ കട്ട് തിന്നുന്ന ആ ഒരു സ്വഭാവം എനിക്കുണ്ട്.
ആ മാങ്ങ കട്ട് തിന്നുന്നത് പിന്നെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. വെയിറ്റ് ചെയ്ത് നിക്കില്ല, തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ താന്ന് പറഞ്ഞ് ഇങ്ങനെ അല്ലേ കൈ നീട്ടിക്കൊണ്ടേ ഇരിക്കും. കൊച്ചു ബേബി എങ്ങനെ കിച്ചണിൽ വന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോ ഇങ്ങനെ വന്നിരിക്കോ? ഞാനങ്ങനെ കുക്ക് ചെയ്യാറില്ല. സമയം കിട്ടാറില്ല എന്ന് പറ. അല്ല, കുക്കിംഗ് ചിലർക്ക് ആണ് അത് അടിപൊളിയായിട്ട്. അത് എല്ലാവർക്കും, ഈ എല്ലാവർക്കും ഡോക്ടർ ആവാൻ പറ്റില്ലല്ലോ, അതുപോലെ എല്ലാവർക്കും നല്ലൊരു കുക്ക് ആവാൻ പറ്റില്ല. ഞാനൊക്കെ അവിടെ ബാക്കി ക്ലീനിങ്. അതെ, നല്ല അച്ചാറിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ തന്നെ. നമുക്ക് ഇതിലേക്ക് ശകലം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാറിന് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. കാരണം ഓണം സദ്യക്ക് മാത്രല്ല, അല്ലാണ്ട് തന്നെ ഇപ്പൊ നമ്മളെ എവിടെയെങ്കിലും ദൂരേക്കൊക്കെ പോകുമ്പോ ആദ്യം തന്നെ വീട്ടിലെ അമ്മമാരുണ്ടാക്കി തന്നെ അത് സത്യം അല്ലെ 3 കൂട്ടം അച്ചാറുകളാണ്. ട്രാവൽ ഫ്രണ്ട്ലി. ഞാൻ എപ്പോഴും പറയും, ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്നത് ഞാനൊരു തൈര്, ചോറും അച്ചാർ. അതെ, പിന്നെ അച്ചാർ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആർക്കും ഇഷ്ടമല്ല, പിക്കിൾ അങ്ങനെ ഇഷ്ടമല്ല എന്നുള്ള ഒരു ഇത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് വെള്ളം താളിച്ചു കൊടുത്തേ, ഒന്ന് ജസ്റ്റ് ഒന്ന് അഴയാനായി. നല്ലൊരു കളറൊക്കെ വന്നല്ലേ പെട്ടെന്ന്. ഞാൻ പറഞ്ഞ ഈസ്റ്റേൺ ആണ് ഇതിന്റെ അകത്ത് 90% കാര്യങ്ങൾ. നല്ല കളർ, നല്ല ടേസ്റ്റ്, ഫ്രേഗ്രൻസ് എല്ലാം. ഓക്കെ, ഈ പ്രാവശ്യം ഓണസദ്യ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടോ? സത്യമായിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചേട്ടന്റെ വീട്ടിൽ നിന്ന് ഇത്രയും ആൾക്കാർ നമ്മളെ വിട്ട് പോയതിനു ശേഷം നമ്മൾക്കൊരു മടുപ്പായിരുന്നു. കുറെ നാൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ എല്ലാരും കൂടെ ഇരുന്ന് ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പ്ലാനിങ് സ്റ്റേജിൽ ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ എന്തെങ്കിലും പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കരുതിയിട്ടുണ്ടോ? ഇല്ല, ഓണം ട്രഡീഷണൽ ഓണ സദ്യയുടെ എല്ലാ ഇൻഗ്രീഡിയൻസ്. നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ അർജുൻ ചേട്ടന്റെ പപ്പയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പം ഉത്രാടത്തിന്റെ അന്നാണ് പപ്പയുടെ ബർത്ത്ഡേ. നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പപ്പ ഇല്ലെങ്കിലും ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് സദ്യ പപ്പയ്ക്ക് വെച്ച് അങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വീട്ടില് പലർക്കും പല പല ഇഷ്ടങ്ങളായിരിക്കും അല്ലെ സദ്യയില്. അപ്പൊ എല്ലാരും ഇങ്ങനെ പറയും, എനിക്ക് ഇത് വേണം, ഇത് നിർബന്ധമാണ് സദ്യയില്. അങ്ങനെ ഏറ്റവും കൂടുതൽ പറയാറുള്ള ആരായിരിക്കും? അർജുൻ ചേട്ടന് അതിനെന്താ ഈ വട, ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു മസാല കൂട്ടുകറി, അത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് ആ മധുര പച്ചടി അല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിൽ ഒരു മധുര പച്ചടി ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഞങ്ങൾ ഓണത്തിന് ഒരു വരവും കൂടെ വരാം. ഇവിടെ ഓണം അമൃത ടിവിയിൽ ഓണാഘോഷിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ടേസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എന്നെ വിളിക്കണോ വേണ്ടി. ഇത് നല്ല അടിപൊളിയായിരിക്കും. ഇനി ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടല്ലോ. നമ്മൾ ഓഫ് ചെയ്ത് കുറച്ചൊന്ന് കൂൾ ആയതിനു ശേഷമാണ് നമ്മൾ ഇനി വിനീഗർ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇത് അധികം വേണ്ട, കാരണം മാങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉള്ളത് കൊണ്ട് പല രീതിയിലല്ലേ, പല രീതിയിൽ മാങ്ങാച്ചാർ വെക്കുന്നവരുണ്ട്. ഇപ്പം സൗഭാഗ്യ ചേച്ചിയുടെ ഒരു വേർഷൻ ഓഫ് മാങ്ങാച്ചാറാണ് നമ്മൾ ഈസ്റ്റേൺ രുചി ഓണത്തിൽ കാണുന്നത്. ഓക്കെ, നമ്മ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് നമുക്കത് പ്രസാദമായിട്ട് കിട്ടുന്ന ഒരു ഉപ്പുമാങ്ങ അച്ചാറുണ്ട്. അതും ഭയങ്കര ടേസ്റ്റ് ആണ്. അത് ഇങ്ങനെ വലിയ മസാല ഒന്നുമില്ല, ജസ്റ്റ് ഉപ്പും ആ മാങ്ങയും മാത്രം. നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സെർവ് ചെയ്യാൻ പോകണം. ഈസ്റ്റേൺ രുചി ഓണത്തില് നമ്മുടെ സൗഭാഗ്യ ചേച്ചിയുടെ സ്പെഷ്യൽ മാങ്ങാച്ചാർ സദ്യക്ക് നിർബന്ധമായിട്ട് വേണ്ട ഒരു സംഭവമാണ്. ഇതിലൂടെ വേണം ഇനി അടുത്ത കറികളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ കൈകളിൽ കൊണ്ടുപോകാനായിട്ട്. ഈസ്റ്റേൺ രുചി ഓണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡിഷ് അല്ലേ, 2ാമത്തെ എപ്പിസോഡായിരുന്നു. അപ്പൊ മാങ്ങാച്ചാറാണ് അല്ലെ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ഓണ സമ്മാനമായിട്ട് കൊടുത്തത്. അപ്പൊ നമുക്കൊന്ന് സെർവ് ചെയ്താലോ? രുചിയോണം അമൃതതൻ രുചിമേളം. അപ്പൊ പ്രേക്ഷകരിൽ ഞാൻ ഒരുമിച്ചാണ് ടേസ്റ്റ് ചെയ്യാവുന്നത്. ഓക്കെ, പേടിയുണ്ടോ? ശകലം. പേടിക്കൊന്നും വേണ്ട. അടിപൊളി അല്ലേ? ഞാൻ ഇച്ചിരി കൂടെ എടുത്തോട്ടെ? കുഴപ്പമില്ലല്ലോ. അതല്ലേ സന്തോഷം, നമുക്ക് ആ കുക്ക് ചെയ്തതിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരാള് കഴിക്കുമ്പം അതില് നല്ല മധുരം, നല്ല ഈസ്റ്റേന്റെ പിക്കിൾ പൗഡർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. നല്ല അടിപൊളി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. എല്ലാം കൂടെ വന്നപ്പോഴുണ്ടല്ലോ, ഇത് മാത്രം മതി, വേറെ എന്തിനാ? മാങ്ങാച്ചാർ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാലോ അല്ലെ, സദ്യക്ക് മാത്രല്ല അല്ലെ. എന്റെ വീട്ടിലെ അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാച്ചാർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരൊക്കെ ഇങ്ങനെ എന്നെ സൗഭാഗ്യം കൂടെ മനുഷ്യനെ കൊതിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ അല്ലെ, നമ്മുടെ വീഡിയോ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് വേണം സദ്യക്ക്. നല്ല രുചിയുണ്ട് കേട്ടോ. ഉണ്ടാക്കിയ രീതിയിൽ തന്നെ ട്രൈ ചെയ്യണം. അതെ, സ്വന്തം ആള് ട്രൈ ചെയ്യുന്നോ, ഉണ്ടാക്കിയ ആള് ട്രൈ ചെയ്യുന്നോ, കുക്ക് ചെയ്ത ആള് തന്നെ ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് ചെയ്തോളൂ. എന്റെ കോമ്പിനേഷൻ കണ്ടോ? അതെ, ഞാനും എടുക്കായിരുന്നു, കുഴപ്പമില്ല. നല്ല
ഞാൻ തന്നെയാണോ കുക്ക് ചെയ്തത്? കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ്. ഇത് കാണുന്ന അർജുൻ ചേട്ടൻ അമ്മ കൊച്ചു ബേബിയൊക്കെ ഓ ഇത്ര സൂപ്പർ ആയിട്ട് എന്റെ മോൾ താങ്ക്സ് ടു ഈസ്റ്റർ മാങ്ങാച്ചാർ ഉണ്ടാക്കിയെന്ന്. ഓക്കേ, അപ്പം പ്രേക്ഷകരെല്ലാരും അല്ലെ ഇത് കണ്ട് എന്തായാലും ഉണ്ടാക്കണം. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് നമുക്ക് അച്ചാർ അല്ലെ, മാങ്ങ അച്ചാർ എന്ന് പറയുന്നത്. മാങ്ങയ്ക്ക് നാരങ്ങയോ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത് മാറ്റി കൊടുത്താച്ചാൽ മതി. ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, കുക്കിംഗ് വാസ് റിയലി ഫൺ വിത്ത് യു. ആണോ? വെരി സ്പെഷ്യൽ. അതുകൊണ്ടാ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല കമ്പനി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്കൊന്നും അറിയില്ലാത്തോണ്ടാണോ? അങ്ങനല്ല, ഒരു നല്ല വൈബായിരുന്നു. എനിക്ക് ആ സെയിം വൈബായിരുന്നു കേട്ടോ. ഒരു ചേച്ചി അനിയത്തി കുക്ക് ചെയ്ത പോലെയാണ്. അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് തന്നെയായിരിക്കും അതെ, അതേ വൈബായിട്ട് സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് ഓണം എന്ന് പറയുമ്പോൾ ഒത്തുചേരലിന്റെ ഒരു ഉത്സവം കൂടെ ആണല്ലോ. എല്ലാരും ഞങ്ങളെ പോലെ തന്നെ ഇങ്ങനെ മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുക. അപ്പം അത്തം മുതൽ ഇനി തിരുവോണം വരെ ഞങ്ങൾ എല്ലാവരും അമൃത TV എല്ലാവരുടെയും കൂടെ ഉണ്ടാവും. ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലത്ത് കരുന്ന ഒരു ഓണ സമ്മാനമാണ് ഈസ്റ്റേൺ രുചി ഓണം. അപ്പം അടിപൊളിയാവട്ടെ അല്ലെ. നല്ല സ്വാദിഷ്ടമായ മാങ്ങാച്ചാർ ഉണ്ടാക്കി തന്ന സൗഭാഗ്യ ചേച്ചിക്ക് ഒരു സമ്മാനം കൂടെ തരികയാണ്. ഓക്കെ, ഓക്കെ, ഈസ്റ്റേൺ തരുന്ന ഒരു സമ്മാനമാണ്. യെസ്, ഒരു ബ്യൂട്ടിഫുൾ ഹാമ്പർ ആണ്. ഈസ്റ്റേൺ ഈ ഓണം മധുരിക്കട്ടെ. യെസ്, ഈ ഓണം ഇതുപോലെ തന്നെ മധുരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. അപ്പം ഇതെന്തായാലും ഇനി അല്ലേ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. സെറ്റായി, വൈറലായി, ഞങ്ങളുടെ മാങ്ങാച്ചാർ വൈറലായി. പ്രേക്ഷകരെല്ലാരും ഇത് തന്നെ ട്രൈ ചെയ്യണം അല്ലെ. അപ്പൊ ഓക്കെ, അടിപൊളി ഒരു ഓണം ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഇതെന്തായാലും എടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോകുന്നത് ഓണം ഗിഫ്റ്റ്. യെസ്, അപ്പൊ അമൃത TV ഓണം വന്നേ ഈസ്റ്റേൺ രുചി ഓണം പവർഡ് ബൈ മൈജി ഫ്യൂച്ചറിന്റെ അങ്ങനെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ അടിപൊളിയായിട്ട് അല്ലെ നമ്മൾ മാങ്ങാച്ചാർ ഉണ്ടാക്കി സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി എന്താ പറയാ, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു ഓണം ആകട്ടെ എന്ന് ഞങ്ങൾ അമൃത TVയുടെ എല്ലാ പ്രേക്ഷകരും ഒന്നിച്ച് ആശംസിക്കുകയാണ്. അപ്പൊ ഇനിയും വരണം, തീർച്ചയായും ഇനി വരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അമൃത TVയുടെ തന്നെ കുട്ടിയാണ്. ഇത് കൊള്ളാം, സക്സസ്ഫുൾ. ഓക്കെ, അപ്പൊ ഇനി പുതിയൊരു നല്ലൊരു വിഭവമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ അമൃത TV ഓണം വന്നേ. പിന്നെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ രുചിയേറിയ വിഭവം തയ്യാറാക്കാനായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് അഖില ആനന്ദ്. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു. ചേച്ചിനെ എപ്പോഴും കാണുമ്പോൾ എനിക്ക് ഭയങ്കര പാവം, എന്താ പറയാ, ഒരു ഓമനത്തുള്ള ഒരു മുഖമാണ് ചേച്ചിക്ക്. ഓമന ചേച്ചി, ഇങ്ങനെ ഓമനിക്കാൻ തോന്നൂലേ? സക്സസ്.